മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങി റോക്ക് സാമ്പിളുകൾ തിരികെ കൊണ്ടുവന്ന അപ്പോളോ ദൗത്യങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ചന്ദ്രൻ്റെ ചരിത്രത്തെയും രൂപീകരണത്തെയും കുറിച്ചുള്ള അമൂല്യമായ രഹസ്യങ്ങൾ ഈ പാറകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചൊവ്വയുടെ കാര്യമോ? ഈ ചുവന്ന ഗ്രഹത്തിൽ നിന്ന് പാറകളുടെ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള ഒരു ദൗത്യത്തിന് ഇനിയും ധാരാളം വർഷങ്ങളെടുക്കും. എന്നാൽ നമുക്ക് അത്രയൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ലെങ്കിലോ? ഭൂമിയിൽ നിന്ന് വിട്ടുപോകാതെ തന്നെ ചൊവ്വയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന പാറകൾ ഇവിടെ ഭൂമിയിൽ തന്നെ ഉണ്ടെങ്കിലോ? വെൽക്കം, ഇറ്റ്സ് ഇൻഫോടൈം. 1865 ജ്യോതിശാസ്ത്രജ്ഞർ ആദ്യമായി ചില ഉൽക്കാശിലകൾ സൗരയൂഥത്തിലെ മറ്റ് ആകാശഗോളങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാകാമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. എന്നിരുന്നാലും 20-ാം നൂറ്റാണ്ടിൽ ആധുനിക സ്പെക്ട്രോസ്കോപ്പിയുടെ ആവിർഭാവത്തോടെയാണ് ഈ ആശയം കൂടുതൽ ശ്രദ്ധ നേടിയത്. ഉൽക്കാശിലകളുടെ രാസഘടനയും ഐസോടോപ്പിക് ഘടനയും വിശകലനം ചെയ്യുന്നതിലൂടെ ഗവേഷകർ തനതായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു ഉപഗണം കണ്ടെത്തുകയുണ്ടായി. പിന്നീട് ചൊവ്വയിൽ നിന്ന് ഉത്ഭവിച്ച ഈ ഉൽക്കാശിലകളെ SNC മീറ്റിയോറൈറ്റ്സ് ആയി തരംതിരിക്കുകയുണ്ടായി. 1970-കളിൽ നാസയുടെ വൈക്കിംഗ് ദൗത്യങ്ങൾ ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. ചില SNC ശിലകൾക്കുള്ളിൽ കുടുങ്ങിയ ഗ്യാസ് പോക്കറ്റ്സ് വൈക്കിംഗ് ലാൻഡറുകൾ കണ്ടെത്തി ചൊവ്വയുടെ അന്തരീക്ഷത്തിൻ്റെ ഘടനയുമായി പൊരുത്തപ്പെടുന്നതായി ഗവേഷകർ കണ്ടെത്തി. ഈ ഉൽക്കാശിലകൾ ചൊവ്വയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നതിന് ഇത് നിർണായക തെളിവുകൾ നൽകി. ചൊവ്വയിൽ ഉണ്ടായ വൻ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും പിന്നീട് ഭൂമിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കാമെന്ന് അനുമാനിക്കുകയുണ്ടായി. ഒരു വലിയ ആസ്ട്രോയിഡോ കോമറ്റോ ചൊവ്വയുടെ ഉപരിതലത്തിൽ വന്നിടിക്കുമ്പോൾ അത് ഭീമാകാരമായ ഊർജ്ജമുണ്ടാക്കുകയും ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിലെ പദാർത്ഥങ്ങൾ വലിയ ശക്തിയിൽ പുറത്തേക്ക് തള്ളുകയും ചെയ്യും. ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിൻ്റെ ഗ്രാവിറ്റേഷൻ എഫക്ട്സിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവേഗത്തിന് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും. ചൊവ്വയെ സംബന്ധിച്ച് എസ്കേപ്പ് വെലോസിറ്റി 5 km/s ആണ്. ആസ്ട്രോയിഡ് വന്നിടിക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്ന പാറകളിലും പദാർത്ഥങ്ങളിലും കുറച്ചെങ്കിലും ഭാഗം എസ്കേപ്പ് വെലോസിറ്റിയോ അതിലധികമോ വേഗം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അവ ചൊവ്വയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പുറന്തള്ളപ്പെടും. പുറംതള്ളപ്പെട്ട പാറകൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ മണ്ഡലത്തെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ബഹിരാകാശത്ത് സഞ്ചരിക്കുന്നു. അവ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്തരീക്ഷവുമായി ഉണ്ടാകുന്ന ഘർഷണം മൂലം കത്തി അമർന്നില്ലെങ്കിൽ അവ ഭൗമോപരിതലത്തിൽ വന്ന് പതിക്കും. SNC മീറ്റിയോറൈറ്റ്സ് എന്നത് ഷെഗോറ്റൈറ്റ്സ്, നക്ലൈറ്റ്സ്, റിസൈനൈറ്റ്സ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ്. ചൊവ്വയിൽ നിന്ന് രക്ഷപ്പെട്ട് ഭൂമിയിലെത്തിയ പാറകൾ അവയുടെ മിനറോളജിക്കൽ കെമിക്കൽ സവിശേഷതകൾക്കനുസരിച്ച് ഷെഗോറ്റൈറ്റ്സ്, നക്ലൈറ്റ്സ്, റിസൈനൈറ്റ്സ് എന്നിങ്ങനെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. നക്ല എന്നു പേരുള്ള ആദ്യത്തെ നക്ലൈറ്റ് വിഭാഗത്തിൽപ്പെട്ട മീറ്റിയോറൈറ്റ് 1911 ഈജിപ്തിലെ എൽ നഖ്ല ഗ്രാമത്തിന് സമീപം കണ്ടെത്തി. ഈ ഉൽക്കാശില അതുല്യമായ ധാതുഘടനയാൽ ശ്രദ്ധേയമായിരുന്നത് കാരണം തന്നെ അത് അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന മറ്റു ഉൽക്കാശിലകളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഐസോടോപ്പിക് എലമെൻ്റൽ വിശകലനത്തിലെ പുരോഗതി നഖ്ലയും സമാനമായ ഉൽക്കാശിലകളും ചൊവ്വയുടെ ഉത്ഭവത്തെ ചൂണ്ടിക്കാണിക്കുന്ന സ്വഭാവ സവിശേഷതകൾ പങ്കിടുന്നതായി കണ്ടെത്തി. നഖ്ലൈറ്റുകളുടെ തുടർന്നുള്ള കണ്ടെത്തലുകൾ ഷെർഗോറ്റൈറ്റ്സ്, റസൈനൈറ്റ്സ് എന്നിവയ്ക്കൊപ്പം ചൊവ്വയിലെ ഉൽക്കാശിലകളുടെ SNC ഗ്രൂപ്പ് രൂപീകരിക്കുവാൻ സഹായിച്ചു. ചൊവ്വയിലെ ഉൽക്കാശിലയെ തിരിച്ചറിയുന്നതിന് നിരവധി വിശകലനങ്ങൾ ആവശ്യമാണ്. പ്രാരംഭ സൂചകങ്ങളിലൊന്ന് ഒരു ഫ്യൂഷൻ ക്രസ്റ്റിൻ്റെ സാന്നിധ്യമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഘർഷണം മൂലം ഉൽക്കാശില ചൂടാകുമ്പോൾ രൂപം കൊള്ളുന്ന നേർത്ത ഇരുണ്ട കോട്ടിംഗ് ആണിത്. ഈ ക്രസ്റ്റ് സാധാരണയായി ഡാർക്ക് ഗ്രേ മുതൽ ചാർക്കോൾ ബ്ലാക്ക് വരെ നിറത്തിലും അതുപോലെ തിളങ്ങുന്നതോ അല്ലെങ്കിൽ മങ്ങിയ ലൈനുകളോ മാർക്കുകളോ ഉള്ള വെൽവെറ്റി ടെക്സ്ചർ ഉള്ളവയോ ആയിരിക്കും. കാലക്രമേണ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ മൂലം ഈ ഫ്യൂഷൻ ക്രസ്റ്റ് നശിക്കുകയോ അതിന് തേയ്മാനം സംഭവിക്കുകയോ ചെയ്യാം. എന്നാൽ ഒരു ഫ്യൂഷൻ ക്രസ്റ്റിൻ്റെ സാന്നിധ്യം മാത്രം അവയുടെ ഉത്ഭവം ചൊവ്വയിൽ നിന്നാണെന്ന് സ്ഥിരീകരിക്കാൻ പര്യാപ്തമല്ല. കാരണം എല്ലാ ഉൽക്കാശിലകളിലും തുടക്കത്തിൽ ഒരു ഫ്യൂഷൻ ക്രസ്റ്റ് ഉണ്ടാകും. മറ്റ് പ്രാഥമിക പരിശോധനകളിൽ മാഗ്നറ്റിസം വിലയിരുത്തുന്നത് ഉൾപ്പെടുന്നു. കാരണം പല ഉൽക്കാശിലകളിലും ഇരുമ്പ് അടങ്ങിയിരിക്കുകയും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും എല്ലാ ഉൽക്കാശിലകളും കാന്തികമല്ല. മാത്രമല്ല, കാന്തികത മാത്രം ഒരു നിശ്ചിത മാർക്കർ അല്ല. ഒരു സ്ക്രാച്ച് ടെസ്റ്റ് ഭൂമിയിലെ സാധാരണ പാറകളെ ഒഴിവാക്കാൻ സഹായിക്കും. ചൊവ്വയിൽ നിന്നെത്തിയ ഉൽക്കാശിലകൾ കോറി നോക്കിയാൽ ഭൂമിയിലെ പാറകളിൽ നിന്നുണ്ടാവുന്ന പോലെ മാഗ്നറ്റൈറ്റോ ഹെമറ്റൈറ്റോ മൂലമുള്ള ചുവപ്പ് കലർന്ന തവിട്ടോ അല്ലെങ്കിൽ ചാരനിറത്തിലുള്ള കറുപ്പോ പാടുകൾ അവശേഷിപ്പിക്കില്ല. കൂടാതെ ഉൽക്കാശിലകൾ സാധാരണ ഭൂമിയിലെ പാറകളെക്കാൾ സാന്ദ്രമാണ്. ഇത് മറ്റൊരു സൂചന നൽകും. ധാതുക്കളുടെ ഘടനയും ഐസോടോപ്പിക് അനുപാതങ്ങളുടെയും വിശദമായ ലബോറട്ടറി ടെസ്റ്റാണ് കൃത്യമായ തിരിച്ചറിയൽ സാധ്യമാക്കുന്നത്. ചൊവ്വയിലെ ഉൽക്കാശിലകൾ മറ്റു തരത്തിലുള്ള ഉൽക്കാശിലകളിൽ നിന്ന് അവയെ വേർതിരിക്കുന്ന പ്രത്യേക സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നു.
ഉദാഹരണത്തിന് അവയിൽ ഇരുമ്പ് സമ്പുഷ്ടമായ ഓക്സൈഡ് ധാതുക്കളായ മാഗ്നറ്റൈറ്റ്, ക്രോമൈറ്റ്, ഇൽമനൈറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ടെങ്കിലും മെറ്റാലിക് അയോണിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. മെറ്റാലിക് അയോൺ മറ്റു പല ഉൽക്കാശിലകളിലും സാധാരണമാണ്. മറ്റ് ഉൽക്കാശിലകളിൽ സാധാരണമായ അയോൺ സൾഫൈഡായ ട്രോലൈറ്റിന് പകരം അപൂർവ വിഭാഗമായ പൈറോറ്റൈറ്റ് മാർഷ്യൻ റോക്സിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പിൻ്റെയും മാംഗനീസിൻ്റെയും പൈറോക്സിൻ, ഒലീവിൻ ധാതുക്കളുടെ അനുപാതവും വ്യതിരിക്തമാണ്. ഏറ്റവും പ്രധാനമായി ചൊവ്വയിലെ ഉൽക്കാശിലകൾക്ക് സവിശേഷമായ ഓക്സിജൻ ഐസോട്ടോപ്പിക് കോമ്പോസിഷനുകളുണ്ട്. അത് അവയെ മറ്റ് അക്കോൺട്രിക് മീറ്റിയോറൈറ്റ്സിൽ നിന്നും വേർതിരിക്കുന്നു. ഈ ഐസോട്ടോപ്പിക് ഫിംഗർ പ്രിൻറ്റ്സ് നാസയുടെ ദൗത്യങ്ങൾ മനസ്സിലാക്കി തന്ന ചൊവ്വയുടെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുന്നുണ്ട്. അവയുടെ ഉത്ഭവത്തിന് കൃത്യമായ തെളിവുകൾ നൽകുന്നു. ഈ സവിശേഷതകൾ സംയോജിപ്പിച്ച് മറ്റ് ഉൽക്കാശിലകളുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളുമായി താരതമ്യം ചെയ്യുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് ചൊവ്വയിൽ നിന്നുള്ള ഉൽക്കകളെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. മാർഷ്യൻ മീറ്റിയോറൈറ്റ്സ് ഏകദേശം 20 ദശലക്ഷം മുതൽ 60,000 വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് പലപ്പോഴുണ്ടായ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റുകളാൽ പുറന്തള്ളപ്പെട്ടതായി കരുതപ്പെടുന്നു. ഉൽക്കാശിലകളുടെ കോസ്മിക് എക്സ്പോഷർ ഏജും റേഡിയോമെട്രിക് ഡേറ്റിംഗും വിശകലനം ചെയ്യുന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് ഈ കാലഗണന കണക്കാക്കുന്നത്. കോസ്മിക് എക്സ്പോഷർ ഏജ് ചൊവ്വയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതിന് ശേഷം ഒരു ഉൽക്കാശില ബഹിരാകാശത്ത് സഞ്ചരിച്ച സമയം കണക്കാക്കാൻ സഹായിക്കുന്നു. കോസ്മിക് രശ്മികൾ ഉൽക്കാശിലയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീലിയം 3, നിയോൺ 21, ആർഗൺ 38 തുടങ്ങിയ ഐസോട്ടോപ്പുകളുടെ അളവ് കണക്കാക്കിയാണ് ഇത് കണക്കാക്കുന്നത്. ഈ ഐസോട്ടോപ്പുകൾ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള റേറ്റ് കണക്കാക്കിയാൽ ഉൽക്കാശില എത്ര കാലം കോസ്മിക് റേഡിയേഷന് എക്സ്പോസ്ഡ് ആണെന്ന് കണക്കാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയുന്നു. ചൊവ്വയിൽ അവയിലെ ധാതുക്കൾ ക്രിസ്റ്റലൈസ് ചെയ്ത സമയം കണക്കാക്കുന്നതിലൂടെ റേഡിയോമെട്രിക് ഡേറ്റിംഗ് ഉൽക്കാശിലയുടെ രൂപീകരണ പ്രായം വെളിപ്പെടുത്തുന്നു. മാർഷ്യൻ മീറ്റിയോറൈറ്റ്സ് രൂപം കൊണ്ട സമയം 4.4 ബില്യൺ വർഷം, അതായത് ചൊവ്വയുടെ എയർലി ക്രസ്റ്റ് രൂപപ്പെട്ട സമയം മുതൽ 200 ദശലക്ഷം വർഷങ്ങൾ വരെ നീളുന്നു. റേഡിയോമെട്രിക് കോസ്മിക് എക്സ്പോഷർ ഡാറ്റകൾ സംയോജിപ്പിച്ച് ഉൽക്കാശിലകൾ രൂപപ്പെട്ട കാലവും ചൊവ്വയുടെ ഗുരുത്വാകർഷണത്തെ മറികടക്കാൻ കഴിയുന്ന വൻ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റുകളാൽ അവ പുറന്തള്ളപ്പെട്ട കാലവും കണക്കാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയും. ചൊവ്വയിലെ ഉൽക്കാശിലകളെ 3 പ്രധാന ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ വർഗീകരണം അവയുടെ മിനറോളജിക്കലും രാസപരവുമായ ഘടനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് ചൊവ്വയിലെ അവയുടെ ജിയോളജിക്കൽ ഒറിജിനെ സൂചിപ്പിക്കുന്നു. ജർഗോറ്റൈറ്റ്സ് ആണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. പ്രാഥമികമായി ഇവ ബസാൾട്ടിക് പാറകളാണ്, അതായത് അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. പൈറോക്സിൻ തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമായ ഇവയ്ക്ക് 150 മുതൽ 600 ദശലക്ഷം വർഷം വരെ പ്രായമുണ്ട്. ചൊവ്വയുടെ ചരിത്രത്തിലെ താരതമ്യേന സമീപകാല അഗ്നിപർവ്വത പ്രവർത്തനങ്ങളാലായിരിക്കാം അവ രൂപപ്പെട്ടിട്ടുണ്ടാവുക. എന്നിരുന്നാലും കോസ്മിക് റേ എക്സ്പോഷർ ഡേറ്റിംഗ് ഉപയോഗിച്ച് നിർണ്ണയിക്കുന്ന അവയുടെ ഇജക്ഷൻ ഏജ് 2 മുതൽ 5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴോ ആണ്. നഖ്ലൈറ്റ് സാവധാനത്തിൽ തണുത്തുറഞ്ഞ ലാവയിൽ നിന്ന് രൂപം കൊണ്ട ഇഗ്നേഷ്യസ് റോക്കുകളാണ്. ഇവ പ്രാഥമികമായി ക്ലൈനോപൈറോക്സിൻ എന്ന ധാതുവിനൊപ്പം ചെറിയ അളവിൽ ഒലിവൈനും മറ്റ് ധാതുക്കളും അടങ്ങിയതാണ്. അവ രൂപം കൊണ്ട സമയം ഏകദേശം 1.3 ബില്യൺ വർഷം മുൻപായാണ് കണക്കാക്കുന്നത്. ഇത് ചൊവ്വയിലെ പഴയകാല അഗ്നിപർവ്വത പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഏകദേശം 11 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രത്യേക ഇമ്പാക്റ്റ് ഇവൻറ്റിലൂടെയാണ് ഇവ പുറന്തള്ളപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ചൊവ്വയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് സവിശേഷമായ വിവരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രൂപ്പാണ് ജാസിഗ്നൈറ്റ്സ്. വളരെ അപൂർവമാണ് ഈ ഗ്രൂപ്പ്. ഇവ പ്രധാനമായും ഒലിവീൻ അടങ്ങിയതും ചൊവ്വയുടെ മാനിലിൽ നിന്നുള്ളതുമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇവയും രൂപം കൊണ്ടത് ഏകദേശം 1.3 ബില്യൺ വർഷം മുൻപാണെന്നാണ് കരുതുന്നത്. അവയുടെ ഇജക്ഷൻ ഏജ് നക്ലൈറ്റുകളുമായി യോജിക്കുന്നു. ഒരുപക്ഷെ ഈ 2 ഗ്രൂപ്പും ഒരേ ഇമ്പാക്റ്റിനാൽ ചൊവ്വയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതാകാമെന്നാണ് കരുതുന്നത്. SNC ഉൽക്കാശിലകൾക്ക് പുറമെ അസാധാരണമായ സ്വഭാവ സവിശേഷതകളാൽ വേറിട്ട് നിൽക്കുന്ന 2 സവിശേഷമായ മാർഷ്യൻ മീറ്റിയോറൈറ്റ്സുമുണ്ട്. അലൻ ഹിൽസ് 84001, നോർത്ത് വെസ്റ്റ് ആഫ്രിക്ക 7034 എന്നിവയാണവ. 1984 അന്റാർട്ടിക്കയിൽ കണ്ടെത്തിയ ALH 84001 ചൊവ്വയിലെ ഏറ്റവും പഴക്കം ചെന്ന ഉൽക്കാശിലകളിൽ ഒന്നാണ്. ഏകദേശം 4.1 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടു എന്ന് കരുതുന്ന ഈ ഉൽക്കാശില ചൊവ്വയുടെ ആദ്യകാല ക്രസ്റ്റിൻ്റെ അവശിഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. 1996 ഫോസിലൈസ് ചെയ്ത സൂക്ഷ്മജീവികളുടെ അവശിഷ്ടങ്ങളോട് സാമ്യമുള്ള മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് ഇതിൽ അടങ്ങിയിരിക്കാമെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെട്ടപ്പോൾ ഇത് വ്യാപകമായ ശ്രദ്ധ നേടിയിരുന്നു. എന്നിരുന്നാലും ഈ അവകാശവാദം ഇന്നും കോൺട്രവേഴ്സ്യലായി തുടരുന്ന ഒന്നാണ്. ALH 84001 പ്രാഥമികമായ ഓർത്തോപൈറോക്സിൻ അടങ്ങിയതാണ്. കൂടാതെ കാർബണേറ്റ് ധാതുക്കളും ഇതിലടങ്ങിയിരിക്കുന്നു. അവ ജലത്തിൻ്റെ സാന്നിധ്യത്താൽ രൂപപ്പെട്ടതായി കരുതപ്പെടുന്നു. ഇത് ചൊവ്വയുടെ തുടക്കത്തിൽ ദ്രാവക ജലത്തിൻ്റെ തെളിവുകൾ സൂചിപ്പിക്കുന്നു. ബ്ലാക്ക് ബ്യൂട്ടി എന്നും അറിയപ്പെടുന്ന NWA 7034 2011 വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മരുഭൂമികളിൽ കണ്ടെത്തിയ ഉൽക്കാശിലയാണ്. ഇത് വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നുള്ള ശകലങ്ങൾ ചേർന്ന ഒരു പാറയായ ബ്രസീയയാണ്.
കൂടാതെ 4.4 ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ചൊവ്വയുടെ പുറന്തോടിൽ നിന്നുള്ള വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന ഒരു സവിശേഷ ഘടനയാണ് ഇതിനുള്ളത്. SNC ഉൽക്കാശിലകളിൽ നിന്ന് വ്യത്യസ്തമായി NWA 7034 ജലസാന്നിധ്യം സൂചിപ്പിക്കുന്ന ധാതുക്കളാൽ സമ്പുഷ്ടമാണ്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ജലാംശമുള്ള ചൊവ്വയിലെ ഉൽക്കാശിലകളിൽ ഒന്നാണ്. ഇതിൻ്റെ വൈവിധ്യമാർന്ന ഘടന ശതകോടിക്കണക്കിന് വർഷങ്ങളായി ചൊവ്വയുടെ ഉപരിതല പ്രക്രിയകളുടെ ഒരു ചിത്രം നൽകുന്നു. ചൊവ്വയിൽ നിന്നെത്തിയ ഉൽക്കാശിലകളെക്കുറിച്ചുള്ള സമീപകാല ഗവേഷണം ചൊവ്വയിൽ ഹൈഡ്രോളജിക്കൽ ആക്ടിവിറ്റികൾക്ക് പുതിയ തെളിവുകൾ നൽകിക്കൊണ്ട് ഗ്രഹത്തിൻ്റെ വാസയോഗ്യമായ സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്നു. NWA 7034 എന്ന ബ്ലാക്ക് ബ്യൂട്ടിയിൽ നടന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 4.45 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ ഹൈഡ്രോതെർമൽ സിസ്റ്റംസ് നിലനിന്നിരുന്നു എന്നാണ്. ഉൽക്കാശിലയ്ക്കുള്ളിലെ സിർക്കോൺ ഗ്രെയിൻസിൻ്റെ ജിയോകെമിക്കൽ വിശകലനം കാണിക്കുന്നത് ആദ്യകാല മാഗ്മാറ്റിക് പ്രവർത്തനങ്ങളുടെ കാലത്തും ചൊവ്വയിൽ ജലസാന്നിധ്യം ഉണ്ടായിരിക്കാമെന്നാണ്. ഇത് ചൊവ്വയിൽ ഹോട്ട് വാട്ടർ സ്പ്രിങ്സ് ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭൂമിയിൽ ഇത്തരം ചുറ്റുപാടിൽ മൈക്രോബിയൽ ലൈഫ് ധാരാളമായി നിലനിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ലഫയേറ്റ് മീറ്റിയർ പോലുള്ള നക്ലൈഡ് ഉൽക്കാശിലകളിൽ അടുത്തിടെ നടത്തിയ പഠനങ്ങൾ ഏകദേശം 742 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നടന്ന വാട്ടർ റോക്ക് ഇൻ്ററാക്ഷൻ്റെ തെളിവുകൾ കണ്ടെത്തി. ചൊവ്വയിൽ ദ്രാവക രൂപത്തിൽ ജലം അതിൻ്റെ പിൽക്കാല ജിയോളജിക്കൽ ചരിത്രത്തിലും നിലനിന്നിരുന്നു എന്നത് സൂചിപ്പിക്കുന്നു. അഗ്നിപർവ്വത അല്ലെങ്കിൽ മാഗ്മാറ്റിക് പ്രവർത്തനം മൂലം സബ്സർഫസ് പെർമാഫോസ് ചുരുങ്ങുന്നത് മൂലമാകാം ഈ ഇൻ്ററാക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവുക. ഈ കണ്ടെത്തലുകൾ ചൊവ്വയിൽ ജലത്തിൻ്റെ ദീർഘകാല സാന്നിധ്യം സൂചിപ്പിക്കുന്നു. അതായത് ചൊവ്വാഗ്രഹം പരിണാമത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ വാസയോഗ്യമായ സാഹചര്യങ്ങളെ പിന്തുണച്ചിരിക്കാമെന്ന ആശയം ശക്തിപ്പെടുന്നു. ചൊവ്വയുടെ ഭൂമിശാസ്ത്രപരമായ സമയക്രമം മനസ്സിലാക്കുന്നതിൽ ചൊവ്വയിലെ ഉൽക്കാശിലകൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. നോച്ചിയൻ, ഹെസ്പേരിയൻ, ആമസോണിയൻ എന്നിങ്ങനെ 3 പ്രധാന ഇറാസായി തരംതിരിച്ചിരിക്കുന്നു. ഈ വിഭജനങ്ങൾ ഗ്രഹത്തിൻ്റെ ഉപരിതല സവിശേഷതകൾ, ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനം, ക്രേറ്റർ അതായത് ഗർത്തങ്ങളുടെ ചരിത്രം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ചൊവ്വയിൽ നിന്ന് മിക്ക ഉൽക്കാശിലകളും പുറന്തള്ളപ്പെട്ടത് ഏറ്റവും സമീപകാലവും ഭൂമിശാസ്ത്രപരമായി സജീവമല്ലാത്തതുമായ കാലഘട്ടമായ ആമസോണിയൻ എറയിലാണെന്നാണ് കരുതുന്നത്. എന്നാൽ അവയുടെ രൂപീകരണ സമയം 3 കാലഘട്ടങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു. പതിറ്റാണ്ടുകളായി ചൊവ്വയുടെ ഭൂമിശാസ്ത്രപരവും അന്തരീക്ഷവുമായും ബന്ധപ്പെട്ട ചരിത്രം കണ്ടെത്തുന്നതിൽ ചൊവ്വയിൽ നിന്നെത്തിയ ഉൽക്കാശിലകൾ വിലമതിക്കാനാവാത്ത വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത്. അവയുടെ ധാതുഘടനകൾ ഗ്രഹത്തിൻ്റെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി. ചൊവ്വയിൽ കോടിക്കണക്കിന് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്നതും വൈവിധ്യമാർന്നതുമായ അഗ്നിപർവ്വത പ്രക്രിയകൾ അനുഭവപ്പെട്ടുവെന്ന് ഇവയിലൂടെ മനസ്സിലാക്കാനായി. കൂടാതെ ഐസോട്ടോപ്പിക് വിശകലനങ്ങൾ ചൊവ്വയുടെ ക്രസ്റ്റിൻ്റെയും മാൻഡിലിൻ്റെയും വ്യത്യാസവും അവയുടെ താപപരിണാമവും മനസ്സിലാക്കുവാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഉൽക്കാശിലകൾ ടൈം ക്യാപ്സൂളുകളായി വർത്തിക്കുന്നു. ഗ്രഹത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് അതിൻ്റെ പുരാതന ക്രസ്റ്റിൻ്റെ രൂപീകരണം മുതൽ അതിൻ്റെ ഉപരിതലത്തെ രൂപപ്പെടുത്തിയ ഏറ്റവും പുതിയ പ്രവർത്തനം വരെ ഇതുവരെ കണ്ടെത്തിയ ചൊവ്വയിലെ ഉൽക്കാശിലകൾ കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. അനേകം വേറെ മാർഷ്യൻ റോക്സും ബഹിരാകാശത്തുണ്ടായിരിക്കാം. ഇവയിൽ ഇനിയും ചിലവ ഭാവിയിൽ ഭൂമിയിൽ എത്തിയേക്കാം. അതേസമയം ഇവയുടെ ഭൂമിയിൽ എത്രത്തോളം ഇനിയും കണ്ടെത്താതെ തുടരുന്നുണ്ടാവാം. മരുഭൂമികളിലെ മണൽക്കൂലകൾക്കിടയിലോ അന്റാർട്ടിക് ഐസ്പാളികൾക്കുള്ളിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് സമീപമോ പോലും. അപ്പോൾ അത്തരത്തിലൊന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുമോ? മറ്റൊരു ഗ്രഹത്തിൻ്റെ ഒരു കുഞ്ഞു ഭാഗം കയ്യിൽ വയ്ക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ? ബഹിരാകാശത്തെയും ശാസ്ത്രത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളെയും കുറിച്ചുള്ള കൂടുതൽ ആകർഷകമായ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.